പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഈ സന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും അതുപോലെ ആഹ്ലാദവും ലഭ്യമാവേണ്ടതുണ്ട്. അതിനെന്ത് വേണം? നമ്മൾ അല്ലാഹുവെ അറിയേണ്ടതുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയുക അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് മറ്റാരുമില്ല. അല്ലാഹു മാത്രമാണ് എല്ലാ രീതിയിലുള്ള നേർച്ചകളും വഴിപാടുകളും എല്ലാം അർപ്പിക്കാനായിട്ടുള്ളത്. ആ റബ്ബിനെ അറിയുക എന്നതാണ്, ആ റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു ശാന്തിയുടെ ഗേഹത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ക്ഷണിച്ചാൽ മാത്രം പോരാ, ആ ക്ഷണിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ കഴിയണം. ഫസ്ദഅ ബിമാ തുഅമർ, നിന്നോട് എന്തുവോ കൽപ്പിക്കപ്പെട്ടത് അത് നീ ഉച്ചയിസ്തരം പ്രഘോഷണം ചെയ്യണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് ഉച്ചയിസ്തരം പ്രഘോഷണം ചെയ്യുന്നവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മാത്രവുമല്ല എല്ലാ മനുഷ്യരോടുമായിക്കൊണ്ട് പറയുകയാം, മുസ്ലിമായി കഴിഞ്ഞാൽ ആ ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി കൊണ്ടതിൽ കീഴൊതുങ്ങാനും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് ദുരിതങ്ങൾ ഉണ്ടായാലും എന്ത് സങ്കീർണതകൾ കടന്നു വന്നാലും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും അതിൽ ബലിയർപ്പിക്കാനും റബ്ബേ മതി ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ എന്ന് പറയാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളായി തീരാൻ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നു. അതാണ് ലോകത്തിന്റെ പ്രവാചകൻ ഈ സമുദായത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരെ നിർവഹിച്ച മഹാദൗത്യത്തിന്റെ പുനരാവിഷ്കാരം എന്ന നിലയിൽ ലോകത്തിന്റെ പ്രവാചകൻ ഈ ചരിത്രത്തിലെ ലോകത്തിന്റെ പ്രവാചകൻ മക്കയുടെ മണലാണ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ സമുദായത്തോട് പറയുകയുണ്ടായത്, മൂസാ നബിയുടെ സ്ഥൈര്യവും ഈസാ നബിയുടെ ആർദ്രതയും അയ്യൂബ് നബിയുടെ ക്ഷമയും ഇസ്മായിൽ നബിയുടെ ക്ഷമയും സ്വാലിഹ് നബിയുടെ വാചാലതയും എന്തിനേറെ ഇബ്രാഹിം നബിയുടെ ത്യാഗമനസ്ഥിതിയും ഒക്കെയുള്ള ലോകം ആദരിക്കുന്ന സോക്രട്ടീസിനേക്കാൾ ബുദ്ധിയും ബുദ്ധനേക്കാൾ ചിന്തയുമുള്ള, എന്തിന് നമുക്കറിയാമല്ലോ, സൂര്യനേക്കാൾ ശോഭയും ചന്ദ്രനേക്കാൾ ശോണിമയും നക്ഷത്രത്തെക്കാൾ തിളക്കവും സഹാബത്ത് തന്നെ പറയുന്നുണ്ട്, വാളിനേക്കാൾ തിളക്കമായിരുന്നു ഞങ്ങളുടെ പ്രവാചകൻ. ആ പ്രവാചകൻ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ പുനരുദ്ധാരകനായിക്കൊണ്ടും കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരാവിഷ്കാരകനായിക്കൊണ്ടും തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് വേദന നൽകണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ അല്ലമീനായിക്കൊണ്ട് മക്കയുടെ മണലാണ്യങ്ങളിൽ അറിയപ്പെടുന്ന നാളുകളിൽ ഈ പ്രബോധന വീതിയിലേക്ക് സജീവമായപ്പോൾ മർദ്ദനങ്ങളും പീഡനങ്ങളും താണ്ഡവങ്ങളും ആ ശരീരത്തിലേക്ക് ഏൽക്കേണ്ടി വന്നു. പ്രവാചകൻ സഹിച്ചു, ക്ഷമിച്ചു, പ്രബോധന മേഖലയിൽ സജീവമാവുകയാ. എന്തിന്? തൗഹീദ് പഠിപ്പിക്കാൻ. ജനങ്ങൾ എല്ലാ രീതിയിലും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും അധാർമികതയിലും അശ്ലീലതയിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ അവരെ മുഴുവനും സംസ്കരിക്കാനും ഉന്നതമായ ആദർശത്തിലേക്ക്, ഉന്നതമായ തൗഹീദിന്റെ ആ മാധുര്യത്തിലേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്ന സമയങ്ങളിൽ പ്രവാചകനിൽ വിശ്വസിച്ചവരിൽ ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന സമാധാനം, അവരിലുണ്ടായിരുന്ന ശാന്തി, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ആശ്വാസം അത് നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അത് ലഭ്യമായാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയാ ആ സമൂഹത്തോട് ത്വായിഫിന്റെ മണലാണ്യങ്ങളിൽ പോയിക്കൊണ്ട് ഈ പ്രബോധന മേഖലയിൽ പ്രവാചകൻ ഇത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ട് കല്ലേറുകളും ബഹിഷ്കരണങ്ങളും ഏൽക്കേണ്ടി വന്ന നിമിഷങ്ങളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനായി എന്തിനാണ് ത്വായിഫിലേക്ക് കടന്നു ചെന്നത്? എന്തിനാ ശഅബ് അബീ ത്വാലിബിൽ 3 വർഷക്കാലം പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായി കൊണ്ട് ജീവിച്ചിരുന്നത്? ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത പ്രവാചകന്റെ ആ ദയനീയമായ അവസ്ഥകൾ നമുക്കറിയാം. എന്തിന്? പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട സഹാബിവര്യന്മാരിൽ ഓരോരുത്തരെ ആയിക്കൊണ്ട് ശത്രുക്കൾ അറുകൊല ചെയ്യുമ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? മറ്റുള്ളവരുടെ അവസ്ഥയോർത്തുകൊണ്ട് നാളെ വരാനിരിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ. അഫ്ളലു മാ ഖുൽതു അൻ നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ഈ സമൂഹത്തോട് പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആ മാധുര്യമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചപ്പോഴോ മനസ്സുകൾക്ക് സമാധാനം കടന്നു വന്നു, ക്ഷമയുണ്ടായി, സഹനമുണ്ടായി, ലാളിത്യമുണ്ടായി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുന്ന സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. എന്തൊക്കെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് പോകുന്ന മഹാനായ സുഹൈബ് റൂമിയെ തടഞ്ഞു നിർത്തുകയാ. എവിടേക്കാ സുഹൈബെ പോകുന്നത്? നീ മുഴുവനും ഇവിടുന്നാണ് അധ്വാനിച്ചുണ്ടാക്കിയത്, ഈ സമ്പത്തുമായി കൊണ്ട് കടന്നു പോകാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ, സമ്പത്ത് നിങ്ങളെടുത്തോ, എന്റെ പ്രതാപം നിങ്ങളെടുത്തോ, എനിക്ക് ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള
അവസരം നൽകുമോ എന്ന് ചോദിക്കുന്ന മഹാനായ സഹാബി വര്യൻ, പ്രവാചകന്റെ ഇഷ്ടഭാജനവും സ്നേഹഭാജനവും പ്രവാചകന്റെ കളിക്കൂട്ടുകാരനും പ്രവാചകന്റെ കൂടെ ദുഃഖങ്ങളിലും സഹനങ്ങളിലും ഒക്കെ സന്തോഷങ്ങളിലും എല്ലാ അവസ്ഥകളിലും ഉണ്ടായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ദാറാ ഗോത്രക്കാരനായ ഇബ്നു ദഅ്ഇന് ചോദിക്കുകയാണ്, എവിടേക്കാ അബൂബക്കർ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്?